ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പകൽക്കാലം നമ്മുടെ മാസയോഗം അനുഗ്രഹകരമായി നടപ്പാനിടയായി തീർന്നു. വീണ്ടും ഇങ്ങനെ നമുക്ക് കടന്നു വരുവാനിടയായതോർത്ത് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ രാത്രി ചിന്തിച്ചത്. അല്പകാര്യങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിൻ്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകും. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിലെ അതിപ്രധാനമായ ഒരു വാക്യമാണിത്. അതിപ്രധാനമായ വാക്യമെന്ന് പറഞ്ഞാൽ ഇന്ന് ഉണ്ടാകുന്ന ലോകത്തിലെ സകല ദുഷ്ടകാരണങ്ങൾക്കും കാരണത്തിൻ്റെ കാരണമായ ആ പിശാചിനെ എന്തു ചെയ്യും? ബന്ധിക്കും. ദൈവമക്കൾക്ക് സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്നുള്ള സകല കാര്യങ്ങളും ഭിന്നതകൾ, പ്രയാസങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നത് പിശാചാണ്. അവനെ ബന്ധിക്കും. നമ്മൾ കഴിഞ്ഞ രാത്രി ചിന്തിച്ചായിരുന്നു അദൃശ്യനായ പിശാചിനെ എങ്ങനെ ബന്ധിക്കുന്നെന്ന്. വായിക്കണ്ട 2 പത്രോസ് 2:4 യൂദായുടെ ലേഖനം 6-ാം വാക്യത്തിലും പാപം ചെയ്ത ദൂതന്മാരെ ചങ്ങലയിട്ടിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചായിരുന്നു. ഈ സാത്താന് കൊടുത്തിരിക്കുന്ന പേരാണ് മഹാസർപ്പം, പഴയ പാമ്പ്, പിശാച്, സാത്താൻ, ശത്രു, എതിരെ നിൽക്കുന്നവൻ. ബൈബിളിൽ പിശാചെന്ന് 35 പ്രാവശ്യവും സാത്താൻ, ശത്രു, എതിരാളി എന്ന് 52 പ്രാവശ്യവും പറഞ്ഞു. യേശു ഇവനെ ദുഷ്ടൻ, ശത്രു, കള്ളൻ എന്നെല്ലാം വിളിച്ചിരിക്കുന്നു. ഇത്രയും കാര്യമാണ് കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചത്. ഈ പിശാചിൻ്റെ പ്രവർത്തനമെന്ന് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 5-ാം അധ്യായം. അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ശ്രദ്ധിക്കുക. സാത്താൻ അവൻ്റെ ഹൃദയം എന്ത് ചെയ്തു? കൈവശമാക്കി. സാത്താൻ ആരുടെ? അനന്യാസിൻ്റെ ഹൃദയം കൈവശമാക്കി. സ്തോത്രം. ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പലരുടെയും ഹൃദയം സാത്താൻ എന്തു ചെയ്യും? കൈവശമാക്കും. സാത്താൻ്റെ ഇഷ്ടം നടത്താൻ വേണ്ടി പലരുടെയും മനസ്സ് സാത്താൻ അങ്ങ് കൈവശപ്പെടുത്തും. ഈ സാത്താൻ കൈവശപ്പെടുത്തിയെന്ന് മനസ്സിലാവുമോ? ഒരിക്കലും മനസ്സിലാകുകയില്ല. സാത്താൻ നമ്മളെ കൈവശപ്പെടുത്തിയെന്ന് തോന്നിയാലും അത് നമ്മൾ അംഗീകരിക്കുമോ? നമ്മൾ അംഗീകരിക്കത്തില്ല. കാരണം നമ്മുടെ മനസ്സിന് അതിന് കുഴപ്പമില്ല എന്നുള്ള പല താലോലിക്കുന്ന ചിന്തകൾ കൊണ്ടുവന്നിട്ടിട്ട് അത് സാത്താനാണെന്ന് തോന്നത്തേ ഇല്ല. അതാണ് സാത്താൻ്റെ തന്ത്രം. സ്തോത്രം. അവൻ്റെ ഹൃദയം കൈവശപ്പെടുത്തി എന്നുള്ളത് പത്രോസിന് മനസ്സിലായി. നമ്മൾ ഓരോരുത്തരും വചനം ഇങ്ങനെ പറയുന്നത്, പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് വിചാരിച്ച് ഭൂമിയിൽ എന്തു ചെയ്യുക? ഊടാടിക്കൊണ്ടിരിക്കുക. ഏത് മനുഷ്യനെയും എവിടെയും അവൻ തോൽപ്പിക്കും. ഏത് മനുഷ്യനെയും തോൽപ്പിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അവൻ തോൽപ്പിക്കും. അതിനുവേണ്ടി അവൻ ഒരുങ്ങി പുറപ്പെട്ടേക്കുക. ദൈവമക്കളത് മനസ്സിലാക്കണം. പിശാചിൻ്റെ തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരോടും പോരാട്ടമുണ്ട്. നമ്മളെ വീഴിക്കാൻ, ദൈവകൃപയിൽ നിന്ന് നഷ്ടമാക്കുവാൻ, ഇതെല്ലാം അവൻ്റെ തന്ത്രമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കത് മനസ്സിലാകാൻ പാടാണ്. കാരണം പിശാചിന് തന്ത്രം ഭയങ്കരമായിട്ട് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം,
അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് പത്രോസിൻ്റെ ലേഖനം. നിർമ്മതരായിരിപ്പീൻ, പത്രോസ്ലിഹ പറയുക, നിങ്ങൾ നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ കണ്ടോ, അത് ഞാൻ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരിഞ്ഞ് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. നമുക്ക് അനുകൂലമല്ല അവൻ നമുക്ക് പ്രതികൂലമാണ്. പിശാച് നമുക്ക് പ്രതികൂലമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളൊരു പിശാച് ചെയ്യുന്ന പണികൾ എന്തെല്ലാം പണികളാണ്. കഴിഞ്ഞ ദിവസം ഇന്ന് ഞാൻ മാസയോഗത്തിലും പറഞ്ഞായിരുന്നു. ചാർലി കിക്ക് എന്ന് പറയുന്ന ഒരുത്തനെ, 32 വയസ്സുള്ള മനുഷ്യനെ 22 വയസ്സുള്ള കൊച്ചൻ വെടിവെച്ചു കൊന്നു. അത് കറക്റ്റാ ഞരമ്പര് വെടിവെച്ചു. അവൻ ഈ പറയുന്ന കാര്യങ്ങൾ എതിർപ്പായിട്ടാണ് വെടിവെച്ചത്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു ഇന്ത്യക്കാരനെ വേറൊരുത്തൻ വാളുകൊണ്ട് ഭാര്യയുടെയും മക്കളെയും മുമ്പ് വെച്ച് കഴുത്ത് വെട്ടിയിട്ട് ഇങ്ങനെ അതുകൊണ്ട് കൊണ്ടു നടക്കുന്ന അനുഭവമൊക്കെ കാണാനിടയായി. എന്താ കാര്യം? പിശാച് ഇങ്ങനെ ഓടി നടക്കുക, ആരെ എവിടെയാണ് വിഴുങ്ങേണ്ടതെന്ന് വിചാരിച്ച്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഒരു വഴക്കുണ്ടാവുകയാണെങ്കിൽ അവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ, രക്ഷപ്പെടാൻ നമ്മൾ നോക്കണം. വഴക്കുണ്ടായി കഴിഞ്ഞാൽ സ്തോത്രം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വഴക്കുണ്ടാക്കി ജയിക്കുക എന്ന് പറയുമ്പോൾ ആരാ ജയിക്കുന്നത്? പിശാചാ ജയിക്കുന്നത്. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ രണ്ടുപേരുമായിട്ട് വഴക്കുണ്ടാക്കി ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചാ ജയിക്കുന്നത്. നമ്മുടെ കർത്താവിനെ പഠിച്ച്, നിൻ്റെ ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കൂടെ കാണിച്ച്. സ്വാഭാവികമാണോ? സ്വാഭാവികമായ കാര്യമാണോ? ചിലർ പറയും പാസ്റ്റർക്കിട്ട് ഒന്ന് തന്നു നോക്കാം, പാസ്റ്റർ തിരിച്ച് തരുമോ എന്ന് ഒന്ന് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് സ്വാഭാവികമായിട്ട്. അപ്പം ഒരുവന് വഴക്കുണ്ടായി കഴിഞ്ഞ് നമ്മൾ വിജയിക്കുക എന്ന് പറയുമ്പോൾ പിശാച് അവിടത്ത് വിജയിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ താഴ്മയും വിനയവും ഉള്ളവനായതുകൊണ്ട് എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്ത് ചെയ്യണം? എന്നോട് പഠിക്കണം. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കണം. നമ്മളെ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12 വാക്യം കൂടെ വായിക്കാം. അതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കണം. നമ്മളെ വിഴുങ്ങാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മളെ നശിപ്പിക്കുവാൻ, നമ്മുടെ സാമ്പത്തികമായ നന്മകൾ ഇല്ലാതാക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അത് മനസ്സിലാക്കണം. നമുക്ക് ഒരു വ്യക്തികളോടും പോരാട്ടം പാടില്ല. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ എന്ന് പറയുന്നത് എന്താ? ഈ ലോകത്തിലെ അന്ധകാര ശക്തികൾ, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. കണ്ടോ, അവിടെയുണ്ട്. നമുക്ക് പോരാട്ടമുള്ള അവരോടാ. അതുകൊണ്ടാണ് നമ്മൾ അവൻ്റെ തന്ത്രം അറിയാതിരിക്കരുതെന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും പോരാട്ടമുണ്ട്. സ്തോത്രം. നമുക്ക് ജഡരക്തങ്ങളോടല്ല, വ്യക്തികളോടല്ല. സ്തോത്രം. ഹല്ലേലൂയ. ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരത്തോടും ഈ ലോകത്തിലെ എന്താണ്? സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോട്. അപ്പോൾ സ്വർലോകത്തിലെയും ദുഷ്ടാത്മ സേനയുണ്ട്. ഹല്ലേലൂയ. അവനെയാണ് നമ്മൾ വായിക്കുന്നുണ്ട്, താഴേട്ട് ദൈവം തമ്പുരാൻ ചാടിച്ച് കളയും, അവനെ ബന്ധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പിശാചിനെ ബന്ധിക്കും. അതാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം പറഞ്ഞത്. വെളിപ്പാട് 20 വന്നപ്പോൾ മുതലേ ചില കല്ലുകടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വെളിപ്പാട് 20-ലേക്ക് കയറിയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ അതെവിടുന്നെങ്കിലുമൊക്കെ കല്ലുകടികളും പ്രയാസങ്ങളും ഉണ്ടാകും. കാരണം ഇത് നന്നായി പ്രസംഗിക്കുന്ന പിശാചിന് ഇഷ്ടമല്ല. ഒന്ന് ഈ കുഞ്ഞിക്കിട ആണേലും പിശാച് കയറും. നമ്മളത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നന്നായിട്ട് നമ്മൾ ആരോടെങ്കിലും ഒന്ന് സുവിശേഷം പറയാമോ, അന്നേരം എന്തെങ്കിലും ഒരു ഗണി അവിടെ വരും. ഇല്ലെങ്കിൽ വേറൊരു ഫോൺ വരും. ഇപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളൊന്ന് പറയാൻ ആരംഭിക്കുമ്പോഴത്തേക്ക് എന്ത് വരികയാണ്? എന്തെങ്കിലും ഒന്ന്. കാരണം അവനത് ഇഷ്ടമല്ല, അവനത് എങ്ങനെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് അവൻ്റെ ആഗ്രഹം. സ്തോത്രം. ഹല്ലേലൂയ. പിശാച് കയറുന്ന യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കര്യോത്തിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിപ്പിച്ചിരുന്നു. നോക്കിക്കേ, യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ ആ രീതി മനസ്സിലാക്കണം കേട്ടോ. ബൈബിൾ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് വലിയ ഇതായിട്ട് ചിന്തിക്കരുത്.
ഏതാണ്ട് മനസ്സിലാകാൻ വയ്യാത്ത കാര്യമാണെന്നൊന്നും അങ്ങനെ ചിന്തിക്കരുത്. കണ്ടോ, നിങ്ങൾ അവിടെ ആൾ രൂപം വല്ലതും ഉണ്ടായിരുന്നോ? യൂദായിക്ക് ആൾ രൂപമൊന്നും അവിടെ ഇല്ലായിരുന്നു. അത്താഴമായപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, പിശാച് യൂദായുടെ ഉള്ളിൽ എന്ത് ചെയ്തു? തോന്നിപ്പിച്ചു. ഹല്ലേലൂയ, യൂദായുടെ ഉള്ളിൽ തോന്നിപ്പിച്ചു. ചില മനുഷ്യരെ ഞാൻ പഠിച്ചിട്ട് പിശാച് അവരെ അങ്ങ് കൊണ്ട് നടക്കുക. സ്തോത്രം, തന്നെത്താൻ താഴ്ത്താൻ കഴിയാത്തവനിൽ പിശാച് വ്യാപരിക്കുന്നത്. പിശാച്, ദൈവാത്മാവുള്ളവൻ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ഹല്ലേലൂയ, പ്രവാചകന്മാരുടെ ആത്മാവ് പ്രവാചകന്മാർക്ക് എന്ത് ചെയ്യും? കീഴടങ്ങിയിരിക്കും. ഹല്ലേലൂയ, കാരണം അതാ അതിൻ്റെ ശരി. ഇന്ന് തന്നെ നിങ്ങൾ മാസയോഗം കണ്ടോ? എല്ലാം ശക്തന്മാരായ ദൈവദാസന്മാരാണ്, പ്രാസംഗികന്മാരായി ഇരിക്കുന്നത്. ചിലർക്കൊക്കെ മാത്രമേ അവസരമുള്ളായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യുക? കീഴടങ്ങിയിരിക്കുക. ഇനി മറ്റവരുടെ അവസരം വരുമ്പം അവരാ കാര്യം കൈകാര്യം ചെയ്യും. അപ്പോൾ കീഴടങ്ങിയിരിക്കുന്ന ഒരനുഭവമാണ് ദൈവീക അനുഭവം. ഹല്ലേലൂയ, കീഴടങ്ങാൻ കഴിയാത്തതൊന്നും ദൈവികമായ അനുഭവമല്ല. ഹല്ലേലൂയ, ഒരു സഭയുണ്ടെങ്കിൽ, അവിടുത്തെ ഒരു ദൈവദാസനുണ്ടെങ്കിൽ, ആ ദൈവദാസൻ പറയുന്നത് കേൾക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ദൈവികമല്ല. ഓരോ സമയത്തും ഓരോരുത്തരെ ആക്കി വെക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ആക്കി വെക്കുന്നത്. അപ്പോൾ അതിന് കീഴടങ്ങുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് വേറെയാണ്. ഹല്ലേലൂയ, അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ്. ഇവിടെ യൂദാ കാര്യം പ്ലാൻ ചെയ്തെങ്കിലും, ഹല്ലേലൂയ, കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ അവനിൽ പിശാച് കയറി. ഞാനത് വായിക്കുമ്പോൾ വളരെ ഇതായിട്ട് തോന്നും. അത്താഴമായപ്പോൾ പിശാച് ശീമോൻ്റെ മകനായ യൂദായുടെ ഉള്ളിൽ കയറി. എന്നിട്ട് അവനോട് പറഞ്ഞു, എടാ മറന്നുപോയോ, 30 വെള്ളിക്കാശാണ് നിനക്ക് തരാമെന്ന് പറഞ്ഞത്. നീ ഈ ആയുഷ്കാലം ഈ പുള്ളിയുടെ കൂടെ നടന്നാൽ നിനക്കൊന്നും തരത്തില്ല. മുഴുവൻ കൺട്രോളും അങ്ങനെ നടത്തത്തുള്ളൂ. കാരണം നീ ചുമ്മാ ഇങ്ങനെ പുറകെ നടക്കാമെന്നുള്ളേ ഉള്ളൂ. നിനക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. ചിലരെയൊക്കെ പിശാച് അങ്ങനെയല്ലേ ഇവിടുന്ന് തുള്ളിക്കുന്നത്. നിനക്ക് അങ്ങനെ പിശാചിൻ്റെ പണി. മനസ്സിൽ കയറി പിശാച് പറയും, നീ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നിനക്കൊരവസരവും തരത്തില്ല, നിന്നെ പാസ്റ്ററാക്കത്തില്ല, നിന്നെ സഭയിലൊന്നും ആക്കത്തില്ല, നീ പിന്നെ ഇങ്ങനെ നിന്നിട്ട് തന്നെ കാര്യം. അതേസമയം വേറെ വല്ലയിടത്തും ആണെങ്കിൽ നിനക്ക് നല്ലൊരു ചാൻസ് കിട്ടിയാനും. ഇതെല്ലാം പിശാച് പറഞ്ഞുകൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും പറയും. മഹാപുരോഹിതൻ പറഞ്ഞില്ലേ 30 വെള്ളിക്കാശ് തരാമെന്ന്. 30 വെള്ളിക്കാശ് നിൻ്റെ സ്വന്തമാണ്, നിനക്ക് തരാമെന്ന് പറഞ്ഞില്ലേ. ഹല്ലേലൂയ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നയമാൻ്റെ അവിടേക്ക് ഗേഹസി കാണിച്ചത് എന്താ? പ്രവാചകൻ്റെ അടുക്കയിൽ നിന്ന് ഏലീശയുടെ അടുക്കയിൽ നിന്ന് ഏലീശ ഒന്നും മേടിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗേഹസിയുടെ മനസ്സിലും എന്താ കയറിയത്? പിശാച് തോന്നിച്ചു, ഓ എൻ്റെ ഒരു ഗുരു, കാശിന് പ്രയോജനമുണ്ടോ? ചുമ്മാതെ മുട്ടിനിടെ തലയിൽ വിട്ട് അല്ലെങ്കിൽ അതും നോക്കി ഇതും നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു കോള് വന്ന് കിട്ടിയതാ. ആരാൻ രാജാവിൻ്റെ സൈന്യാധിപൻ ഇഷ്ടം പോലെ കഴുതപ്പുറത്ത് മുതലുമായിട്ട് വന്നതാ. അതൊന്നും മേടിച്ചില്ല. ഈ എൻ്റെ യജമാനന് വേണ്ടത്ര പരിജ്ഞാനമില്ല. ഈ പുള്ളിയെ പിൻപറ്റിയിട്ട് എന്താ ഗുണം? ഒരു ഗുണവുമില്ല. അവൻ പറഞ്ഞ എന്നാന്നറിയാമോ? ഞാൻ പോയി എന്തു ചെയ്യും? അല്പം വാങ്ങിക്കും. ഇവൻ നയമാൻ്റെ പുറകെ ഓടി. അവിടെ ചെന്ന് പച്ചക്കള്ളമല്ലേ പറയുന്നേ. നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ കേൾക്കുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിക്കരുത്. കള്ളം പറയുന്നവൻ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും. കള്ളം പറയുന്നവൻ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ ചെന്ന് എന്താ പറഞ്ഞേ? ഇപ്പം കുറേ ഗസ്റ്റ് വന്നു. ഏതാ? ഏലീശയുടെ വീട്ടിൽ. അതുകൊണ്ട് അവൻ്റെ കൊടുക്കാൻ ഒന്നും യജമാനൻ്റെ കയ്യിൽ ഇല്ല. സ്തോത്രം, ഹല്ലേലൂയ. അവന് ദൈവത്തിൻ്റെ നാമത്തിന് എന്ത് അപമാനമാണ് വരുത്തുന്നതെന്ന് ആലോചിച്ച് നോക്കി. ദൈവദാസൻ്റെ പേര് പറഞ്ഞാൽ ഇപ്പം അവൻ പറയുന്നത്. അവന് ആവശ്യത്തിനുള്ളത് കൊണ്ടുവന്ന് എന്ത് ചെയ്തു? അവൻ ഒളിപ്പിച്ചു വെച്ചു. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഏലീശയോട് പറഞ്ഞു, ഇവൻ അവൻ്റെ പുറകെ പോയേക്കുവാ. പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കണമേ. പിശാച് കയറുന്ന കയറ്റം. ഹല്ലേലൂയ. നമ്മൾ ആ നയമാനെക്കുറിച്ച് ഗേഹസിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഗേഹസിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്നാണെന്നറിയാമോ? നിൻ്റെ തലമുറയിൽ കുഷ്ഠരോഗം ഇല്ലാത്തവർ ആ തലമുറയെ കാണുമെന്ന്. ഹല്ലേലൂയ. അവൻ അതിനുവേണ്ടി ഓടിയതാ. അപ്പം അങ്ങനെ അനുഗ്രഹം വന്നത് വായിച്ചിട്ടില്ലേ? നയമാൻ്റെ കുഷ്ഠം നിനക്കും നിൻ്റെ
സന്തതി മേലും ഉണ്ടാകുമെന്ന് പറയുവാനിടയായി തീർന്നു. ഇതാരാ പ്രേരിപ്പിച്ചത്? ഹല്ലേലൂയ. ആഖാൻ, യുദ്ധത്തിന് പോയ ആഖാൻ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞതാ. അന്നേരം അവൻ എന്താ കണ്ടത്? ഒരു ബാബിലോണിയ മേലങ്കി കണ്ടു. സത്യം പറഞ്ഞ എന്താ ഇതിനകത്തുള്ള? ബാബിലോണിയ മേലങ്കി കണ്ടു. അച്ഛന്മാരുടെ വലിയ പുറത്തിടുന്ന കാപ്പ പോലത്തെ ഒരു സാധനം. ബാബിലോണിയ മേലങ്കി കണ്ടു, പിന്നെ പൊൻകട്ടിയും കണ്ടു. വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മോഹിച്ച് അതെടുത്തു, തൻ്റെ കൂടാരത്തിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. ഇതെടുപ്പിക്കാൻ തോന്നിച്ചതാരാ? പിശാചാ. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണമേ, ഈ ഒരു വ്യാപാര ശക്തിയാണ് പൈശാചികം. ഹല്ലേലൂയ. പൈശാചികം എന്ന് പറയുന്നത് ഈ ഒരു വ്യാപാര ശക്തിയാ പൈശാചികം എന്ന് പറയുന്നത്. സ്തോത്രം. ഇവിടെ യൂദായുടെ ഉള്ളിൽ തോന്നിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അപ്പം അവൻ്റെ പദ്ധതി കണ്ടോ? എന്നാൽ യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദൈവത്തിൻ്റെ കുഞ്ഞാടുമായവൻ സാത്താൻ്റെയും അവൻ്റെ അവതാരമായ മൃഗത്തിൻ്റെയും കള്ളപ്രവാചകൻ്റെ മേലും എന്തു ചെയ്യും? നിർണായമായ ജയം പ്രാപിക്കുക. ആ സമയത്ത് സാത്താൻ്റെ മേൽ മാത്രമല്ല, അവൻ്റെ മൃഗമെന്ന് പറയുന്നത് എതിർ ക്രിസ്തുവാണ്. അവന് ശക്തി കൊടുക്കുന്നത് ആരാണ്? സാത്താനാ. അവൻ്റെ കാര്യസ്ഥനായി നടക്കുന്ന ആരാ? ഒരാത്മീയ നേതാവാണ്. അവൻ ആ കാര്യസ്ഥനായിട്ട് നടന്നിട്ട് അവൻ എന്തു ചെയ്യും? ഇവരെ എല്ലാം കർത്താവ് തോൽപ്പിക്കും. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ച്. യഹൂദാ ഗോത്രത്തിലെ, ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും. നമ്മൾ ശ്രദ്ധിക്കുക. യോഹന്നാൻ ഈ പുസ്തകം മേടിക്കാൻ ആളില്ലെന്ന് പറഞ്ഞു, കരയുക. അപ്പൊ മൂപ്പന്മാരിൽ ഒരുത്തൻ പറഞ്ഞു, ആരാണ്? യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ, ഹല്ലേലൂയ, ദാവീദിന്റെ വേരായവൻ, അവന് ഈ പുസ്തകം മേടിക്കാൻ യോഗ്യനാ. ആ കർത്താവിനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ആ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. ആ കർത്താവിനെയാണ് നാം പിൻപറ്റുന്നത്. നമ്മുടെ കർത്താവ് ജയിച്ചവനാ. ഹല്ലേലൂയ. ശത്രുവിൻ്റെ ഒരു തന്ത്രങ്ങളും നമ്മുടെ കർത്താവിൻ്റെ മേൽ ജയമെടുക്കാൻ കഴിയത്തില്ല. ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി, സ്തോത്രം, മർക്കോസിൻ്റെ സുവിശേഷം 3:27 എത്തി. മർക്കോസ് 3:27. ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ആഭിചാരത്തിനോ മന്ത്രവാദത്തിനോ അതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും പോകേണ്ട കാര്യമില്ല. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് കർത്താവ് പറയുകയാണ്, നമ്മുടെ കർത്താവ് ബലവാനായ സാത്താനെ പിടിച്ചു കെട്ടും. അവൻ്റെ അധികാരത്തിൽ പെട്ടിരിക്കുന്നവനെ കർത്താവ് പിടിക്കാൻ മതിയായവനാ. നമ്മൾ വേറെ ഒരു കാര്യത്തിനും പോകേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നമ്മൾ ഈ ഓരോരുത്തരുടെ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ പോകും. കേസ് കൊടുത്തു പോയി ആരെങ്കിലും വിജയിച്ച ചരിത്രമുണ്ടോ? ഇപ്പം വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലരുടെ ഭാഗം വിജയിക്കും. പക്ഷേ എന്തോ ഒരു നഷ്ടമാണ് നമുക്ക് വരുന്നത്. എത്ര രൂപയാണ് നമ്മുടെ ഇന്ന് മേടിക്കുന്നത്? ഇപ്പോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കേസ് കൊടുത്തവർ ഇപ്പോൾ പിന്മാറ്റം നടത്തുന്നുണ്ട് പലയിടത്തും. പക്ഷേ അവർ ഭയങ്കര ഡിമാൻഡ് വെക്കുക. അങ്ങനെ മാറാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. കാര്യം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ കർത്താവ് നന്നായിട്ട് കൈയിട്ട് നടത്തും. കാര്യം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ കർത്താവിനേക്കാളിൽ വലിയ ആരെങ്കിലും ഉണ്ടോ? പിതാവിൻ്റെ സന്നിധിയിൽ വലത്ത് ഭാഗത്ത് നമ്മുടെ കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. നാം ഒരു വേദനയിൽ കൂടെ കടന്നു പോയാൽ കർത്താവ് ദൃശ്യമായിട്ട് ഇടപെടും. അപ്പോസ്തലനായ പൗലോസ് ശൗലായിരിക്കുമ്പോൾ കർത്താവ് അവന് പ്രത്യക്ഷമായി. അവനോട് ചോദിച്ച ചോദ്യമുണ്ട്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ ശ്രദ്ധിക്കണമേ. ദൈവവൈദ്യങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, ദൈവമക്കളെ ഉപദ്രവിച്ചാൽ, ദൈവദാസന്മാരെ ഉപദ്രവിച്ചാൽ, ദൈവവേലയ്ക്കെതിരെ നിന്നാൽ, ആരെയെങ്കിലും പിന്മാറ്റത്തിലേക്ക് നടത്തുവാൻ നാം പ്രേരിപ്പിച്ചാൽ, ഇതിനെല്ലാം ശിക്ഷാവിധിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പൊതുവായിട്ട് പല കാര്യങ്ങളിൽ ഇടപെടുന്നതുകൊണ്ട് പലരുടെയും അന്ത്യവും പലരുടെയും അവസാനവും എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്.
ഹല്ലേലൂയ. പലരുടെയും അവസാനത്തെ അനുഭവവും കാര്യങ്ങളും നല്ല മിടുക്കുള്ളവർ, കഴിവുള്ളവർ, ജട്ടിമിടുക്കുള്ളവർ, മറ്റുള്ളവരെ പറ്റിക്കാൻ കഴിയുന്നവർ, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെയുള്ളവരുടെയൊക്കെ അന്ത്യം ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവസഭയ്ക്കെതിരായി നിൽക്കുന്നവരുടെ അന്ത്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണം, വലിയ പരിതാപകരമാണ്. തൽക്കാലം ജയിച്ചെന്നൊക്കെ തോന്നും. ഹല്ലേലൂയ. തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, ഇടർച്ച വരുന്നത് സാധാരണമാണ്. ഇടർച്ച വരുത്തുന്ന മനുഷ്യൻ അയ്യോ കഷ്ടം. അവനെ എന്ത് ചെയ്യണമെന്ന കർത്താവ് പറഞ്ഞ കഴുത്തിൽ തിരികല്ല് കെട്ടി ആഴത്തിലിട്ട്, കാരണം അവൻ പൊങ്ങരുത്. അതാ അതിനെക്കുറിച്ച് പറയുന്നത്. കർത്താവ് ഇടർച്ച വരുത്തുന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്നത് എന്താ? എനിക്ക് തോന്നുന്നു ആ വാക്യം വെച്ചായിരിക്കും ആരെങ്കിലും തല്ലിക്കൊന്ന് വെച്ച് കല്ല് കെട്ടി താക്കുന്നതിൻ്റെ, അങ്ങനെ അതിൽ നിന്നായിരിക്കും പഠിച്ചത്. കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ താക്കുന്ന അവനെ നല്ലതെന്ന്. ഇടർച്ച വരുത്തുന്ന എന്തോരം ഇടർച്ച വരുത്തുന്ന ആളുകളുണ്ട്. അന്യോന്യം വെറുതെ ഇടർച്ച ഉണ്ടാക്കുന്നവരുണ്ട്. ഇടർച്ച ഉണ്ടാക്കിയിട്ടോ ഞാനൊന്നും ഉണ്ടാക്കിയില്ലെന്ന് പറയുകയും ചെയ്യും. ഞാനൊരു ഇടർച്ച ഉണ്ടാക്കിയില്ല. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ബലവാനെ നമ്മുടെ കർത്താവ് പിടിച്ചു കെട്ടും. ഹല്ലേലൂയ. അവനെ പിടിച്ചു കെട്ടി. വെളിപ്പാട് പുസ്തകം 20:1 മുതൽ അത് തന്നെയാണ്. ഒന്നുകൂടെ വായിക്കാം. വെളിപ്പാട് 20:1 മുതൽ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങല കിട്ടു. ഇപ്പൊ ചങ്ങല കിട്ടിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. ഇപ്പൊ അവന്റെ വ്യാപാരത്തിന്റെ ഭയങ്കര ശക്തിയാ. ഈ രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന യുദ്ധങ്ങളും പ്രശ്നങ്ങളും എല്ലാം എന്താ? അവന്റെ ശക്തി ഇതായിട്ട് വ്യാപരിക്കുക. പ്രിയമുള്ളവർ, നമുക്കൊന്നും, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വിദേശത്തും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കുന്ന, ഒന്നിലും പ്രശംസിക്കാനില്ല. ഏത് സമയവും എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഏത് സമയവും എന്തും സംഭവിക്കാം. ഹല്ലേലൂയ. ദോഹയിൽ കഴിഞ്ഞ ഒരു ദിവസം ഒരു ബോംബ് അവിടെ ഇസ്രായേലിട്ടു. അവർ അപ്പോഴത്തേക്ക് ഏതായാലും പിന്നെ പ്ലെയിനൊന്നും തടഞ്ഞില്ല. കാരണം അവർ പിന്നെ ആക്രമിക്കുകയല്ല, ആ ഒരു പർട്ടിക്കുലറായിട്ടുള്ള കാര്യം അവർ ചെയ്തത്. അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടായിരുന്നു. അത്യാവശ്യമായി പോകേണ്ടവരുടെയൊക്കെ ബുദ്ധിമുട്ട്, എയർപോർട്ടുകളിലൊക്കെ ചെല്ലണം, അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നും നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത പ്രശ്നം. ആസ്ട്രേലിയയിലായിരുന്നു പ്രശ്നമില്ലാതിരുന്നത്, ഇപ്പോൾ ആസ്ട്രേലിയയിലും പ്രശ്നമാണ്. എല്ലാവരും അങ്ങോട്ട് കുടിയേറി അവർക്കിപ്പോൾ ജീവിക്കാൻ മാർഗമില്ലെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. പിന്നെ എവിടെ പോയാൽ നമ്മൾ രക്ഷപ്പെടുന്നത്? ജർമ്മനിയിലോട്ട് ആളുകൾ പോകും, അവിടെ ഇപ്പോൾ പ്രശ്നമാണ്. ജർമ്മൻകാരും ഉടക്കുണ്ടാക്കും. എല്ലായിടത്തും പ്രശ്നമാണ്. ഹല്ലേലൂയ. നമ്മുടെ ആളുകൾക്ക് നമ്മുടെ നാടും ഇഷ്ടമല്ല. നമ്മളെല്ലാവരുടെയും ഗതി. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും പുറത്ത് പോയി പച്ച പിടിക്കണമെന്ന്. എങ്ങനെ പച്ച പിടിക്കുന്നത്? ഇനിയിപ്പോൾ പച്ച പിടിക്കാൻ പാടാ. ഇപ്പോൾ പുറത്തു പോയിരിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം അവരനുഭവിക്കുന്ന വ്യതയും വേദനയും ബുദ്ധിമുട്ടും എല്ലാം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒന്നിലും നമുക്ക് പ്രശംസിപ്പാനോ ഒന്നുമില്ല. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്കും പിശാച് അവൻ അധികം സമയമില്ല എന്നറിഞ്ഞുകൊണ്ട് അവനും ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് സഭകളിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാകുന്നില്ലേ? സഭകളിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അനേക സഭകളിലും ദൈവമക്കളുടെ ഇടയിലും ഒക്കെ പ്രശ്നങ്ങൾ വരുക. ഈ പ്രശ്നങ്ങളുടെ കാര്യം എന്താ? പിശാചിന് അധികം സമയമില്ലെന്നറിയാം. അവനപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കും. സ്തോത്രം. അവൻ്റെ ഇഷ്ടത്തിന് നമ്മൾ പോകരുത്. ഈ പിശാചിൻ്റെ ഒരു പ്രവർത്തനമാണ്. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 1-ാമത്തെ വാക്യം. 1 ദിനവൃത്താന്തം 21:1. ദാവീദ് രാജാവ് നന്നായി ഭരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദാവീദ് രാജാവിൻ്റെ ഉള്ളിലൊരാഗ്രഹം. എന്താ ആഗ്രഹം എന്നറിയാമോ? ജനം എന്തോരം ഉണ്ടെന്നൊന്ന് എണ്ണണം. ഒന്ന് വായിച്ച്. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു. ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. അപ്പൊ നോക്കിക്കേ, സാത്താൻ ഇസ്രായേലിന് വിരോധമായിട്ട് എന്ത് ചെയ്തു? എഴുന്നേറ്റു. ഹല്ലേലൂയ. ഇസ്രായേലിന് മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളിലും ദൈവത്തോട് അടുത്തിരിക്കുക.
നമുക്കെതിരായി ചാൻസ് കിട്ടിയാൽ അവൻ പണിയും, ചാൻസ് കിട്ടിയാൽ അവൻ ഉപദ്രവിക്കും, ചാൻസ് കിട്ടിയാൽ നമ്മളെ നശിപ്പിക്കും. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്യുകയാണ്? ഇസ്രായേലിനെതിരായിട്ട് സാത്താൻ എന്ത് ചെയ്തു? എഴുന്നേറ്റു. എന്നിട്ടത് ആരിക്കൂടിയാണ് വന്നത്? അഭിഷിക്തനായ ദാവീദിൻ്റെ ഉള്ളിൽ കയറി. ഇസ്രായേലിനെതിരെയാണ് എഴുന്നേറ്റത്. കാരണം അവരെ ഇല്ലായ്മ ചെയ്യണം. ദാവീദിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് അവരെ എണ്ണുവാൻ പ്രേരിപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അത് മാത്രമല്ല, പിശാച് ദൈവകൃപയെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കും. നല്ല ദൈവകൃപയിൽ പോകുമ്പോൾ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്തോത്രം, ഹല്ലേലൂയ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം. ഹല്ലേലൂയ. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു. നോക്കിക്കേ, മഹാപുരോഹിതനായ യോശുവ നിൽക്കുന്ന അവനെ കുറ്റം ചുമത്താൻ എന്ത് ചെയ്യുക? സാത്താൻ വലത്തുഭാഗത്ത് നിൽക്കുക. അപ്പം നമ്മളെക്കുറിച്ച് യോശുവയുടെ ഒന്നും കുറ്റമില്ല. യോശുവയുടെ ഉള്ള കുറ്റം എന്നാന്ന് ചോദിച്ചാൽ ഒരു മുഷിഞ്ഞ വസ്ത്രമാണ് അവൻ ഇട്ടിരുന്നത്. യോശുവയുടെ കുറ്റം എന്തുവാ? ഒരു മുഷിഞ്ഞ വസ്ത്രമാണ് അവൻ ഇട്ടിരുന്നത്. മുഷിഞ്ഞ വസ്ത്രമാണ് അവൻ ഇട്ടിരുന്നത്. അപ്പം അതിനെ എന്ത് ചെയ്യുകയാണ്? കുറ്റം ചുമത്തുകയാണ്. സ്തോത്രം. കുറ്റം ചുമത്താൻ എന്ത് ചെയ്തു? സ്തോത്രം, ഹല്ലേലൂയ, നിൽക്കുക. വായിച്ചു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഫത്സിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഫത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലേ എന്ന് കൽപ്പിച്ചു. നോക്കണേ, നമ്മൾ ദൈവകൃപയെ നിന്നാലുണ്ടല്ലോ പിശാചിന്റെ ഒരു തന്ത്രവും നമ്മുടെ മേൽ വരത്തില്ല. നമ്മളവനെ ആട്ടുക തുപ്പുവൊന്നും വേണ്ട. നമ്മൾ ദൈവകൃപയെ നിന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവനെ എന്ത് ചെയ്യും? ഫത്സിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവനെ ഫത്സിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തത് പിശാചിൻ്റെ പണി. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 8-9 വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ അവൻ പരീക്ഷിക്കുക. ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, ലാഭം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുക. നമ്മൾ ന്യായമായ കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചാൽ മതി കേട്ടോ. അന്യായമായി ലാഭം ഉണ്ടാക്കി ജീവിക്കാമെന്നൊന്നും ശ്രമിക്കരുത്. പഴയ കാലത്ത് കേട്ടിട്ടുണ്ട് നോട്ടരട്ടിപ്പ്, അങ്ങനെയുള്ള തട്ടിപ്പ്, കള്ളനോട്ട് കച്ചവടം, ഇതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ലാഭം നേടാനുള്ള കാര്യങ്ങൾ പിശാച് മനസ്സിലോട്ട് എന്ത് ചെയ്യും? കൊണ്ടുവരും. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന മലയിൽ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവരുടെ മഹത്വത്തെയും അതിന്റെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ച ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. വീണ് എന്നെ നമസ്കരിച്ചാൽ പിശാച് പറഞ്ഞു കേട്ടോ. ഇന്ന് സാത്താൻ ആരാധനക്കാരുണ്ട് കേട്ടോ. അവരുടെ മെയിൻ ആദായം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സമ്പത്ത് വർദ്ധിക്കുക. അങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. പിശാചിനെ ആരാധിക്കുന്നവരുണ്ട്. എറണാകുളത്തൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് പിശാചിനെ ആരാധിക്കുന്നവർക്ക്. അവർക്ക് ഭയങ്കര സമ്പത്തും കാര്യമൊക്കെയാണ്. അവർ സമ്പത്ത് ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട് പിശാചിനെ ആരാധിക്കുന്നവർ. നമ്മുടെ വണ്ടിയിലെ വാക്യം കണ്ടിട്ട് കളിയാക്കി പോയവർ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം എന്താ? സമ്പത്ത് നേടാൻ, ലാഭം നേടാനുള്ള അതിയായ കൊതി. വിസ തട്ടിപ്പ്, ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ തട്ടിപ്പ്, എന്തെല്ലാം തട്ടിപ്പാ, ചിട്ടി വെച്ച് പൊട്ടിക്കുക. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പിശാച് അവരുടെ മനസ്സിൽ തോന്നിക്കുക. ഹല്ലേലൂയ. പിശാച് അവരുടെ മനസ്സിൽ എന്ത് ചെയ്യുക? തോന്നിപ്പിക്കുക. അങ്ങനെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനോട് പറയുക, താഴോട്ട് വായിച്ചേ. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ആരാധിക്കാവൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. വേറെ ആർക്ക് ധൂപം കാണിക്കോ, ആരെ ആരാധിക്കുകയോ ചെയ്താലും ദൈവികമല്ല. ഏത് പുണ്യവാളനെ ആരാധിക്കുകയോ ഇങ്ങനെ ചെയ്യുമോ എന്ന് പറഞ്ഞാൽ അത് ദൈവികമല്ല. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിച്ച് നമസ്കരിക്കാവൂ. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. ദൂതന്മാരെ ആരാധിക്കാൻ പ്രമാണമില്ല, മനുഷ്യരെ ആരാധിക്കാൻ പ്രമാണമില്ല, മനുഷ്യ ദൈവങ്ങളെ ആരാധിക്കാൻ പ്രമാണമില്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്താ ചെയ്യേണ്ടത്? സ്തോത്രം, ഹല്ലേലൂയ.
നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. സ്തോത്രം. ആരാധനയെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തി ഈ അവിടെ ഇവിടെയൊക്കെ ആളുകൾ ഓടുന്നുണ്ട്. സത്യത്തിൽ അത് പൈശാചികമാണ്. കർത്താവിൻ്റെ പേര് പറഞ്ഞാണെങ്കിലും ഇന്ന് യേശുവിനേക്കാളിൽ ബഹുമാനവും ആദരവും മറിയയ്ക്ക് കൊടുക്കുന്നൊരു കാലമാണ്. മറിയ വെളിപ്പെട്ടെന്നും പ്രത്യക്ഷപ്പെട്ടെന്നും മറിയയുടെ അനുഗ്രഹം ഉണ്ടെന്നും മറിയയുടെ നാമത്തിലുള്ള പ്രാർത്ഥനയും മറിയയുടെ നാമത്തിലുള്ള ആരാധനയും മരിയൻ തീർത്ഥാടനവും അങ്ങനെ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും കന്യകമറിയാം അങ്ങനെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതെന്നാന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള ഏകാഗ്രത നശിപ്പിച്ച് വേറെ ലൈനിലേക്ക് ആരാധന വിടുന്നൊരു പരിപാടിയാണ് അത്. നമുക്ക് കന്യമറിയാമിനോട് എതിരൊന്നുമില്ല. കന്യമറിയാം കർത്താവിൻ്റെ മാതാവാകുവാൻ, ജഡത്തിലേക്ക് അവതാരമെടുക്കുവാൻ കന്യമറിയാമിനെ ദൈവം തിരഞ്ഞെടുത്തു. അവൾ ഭാഗ്യവതിയാണ്, അതിന് ഒരു എതിർപ്പുമില്ല. ഇപ്പോൾ കന്യമറിയാം ആർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. വേദപുസ്തകത്തിൽ അതിന് പ്രമാണമില്ല, തെളിവില്ല. കന്യകമറിയാം ഉയർത്തെഴുന്നേൽക്കണമെങ്കിലും കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോഴേ കന്യകമറിയാം ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇപ്പോൾ അവർ ദൈവത്തിൻ്റെ സന്നയിൽ വിശ്രമിക്കുക. ഈ മർമ്മം ആളുകൾക്ക് മനസ്സിലാകുന്നില്ല, ഈ മർമ്മം ഗ്രഹിക്കുന്നില്ല. അനേക ജ്ഞാനികൾ, PhD ഡിഗ്രിയുള്ള ആളുകൾ, അവർക്കൊന്നും ഇതെന്ത് ചെയ്തിട്ടില്ല, വെളിപ്പെട്ടിട്ടില്ല. കർത്താവ് പറഞ്ഞു ആരാധനയ്ക്ക് യോഗ്യൻ യേശുവാ, ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവാ. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് പിതാവിനോട് പ്രാർത്ഥിക്കേണ്ടത്. മറ്റ് നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തോടുള്ള ഏകാഗ്രതയും അനുസരണക്കേടും നിമിത്തമാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കാനുള്ള ഏകനാമം പിതാവായ ദൈവത്തോട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നെന്ന് പറയണം. സ്വർഗീയ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കണമെന്ന് പറയണം. ഹല്ലേലൂയ. പണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ എല്ലാ വിവരവും പറഞ്ഞേച്ച് പറയും പൊന്നപ്പച്ചൻ്റെ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്നെന്ന്. പൊന്നപ്പച്ചൻ്റെ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്ന അങ്ങനെയാണെന്ന് പറഞ്ഞത്. അപ്പച്ചൻ സ്വർഗീയ പിതാവാ. അതും ഒരു തന്ത്രമാണ്. യേശുവിൻ്റെ പേര്, യേശുവിൻ്റെ നാമം പറയണം. യേശുവിൻ്റെ നാമത്തിലാണ് ജയമുള്ളത്. യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണ്. യേശുവിൻ്റെ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. ആ യേശുവിൻ്റെ നാമത്തിലാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. യേശുവിൻ്റെ നാമത്തിൽ വേണം പ്രാർത്ഥിക്കാൻ. അതിനെന്നെ ഇത്ര മടി? ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. അത് മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്തില്ല. സത്യത്തിൽ അല്ലാത്തവർ നമ്മൾ ഏതാണ്ട് വേദവിരോധികളാണെന്നാണ് അവരുടെ ചിന്ത. അവർ ചിന്തിക്കുന്നത് നമ്മളേതോ വേദവിരോധികളാണ്, ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിശാചിൻ്റെ ഒരു പണിയാണ് ദൈവവചനം ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കും. ദൈവവചനം എന്ത് ചെയ്യത്തില്ല. സ്തോത്രം. ലൂക്കോസ് 8:12. ഹല്ലേലൂയ. ദൈവവചനം ആ വിത്ത് വഴിയരികെ ഉള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ പിശാച് എന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയും. പിശാച് ഹൃദയത്തിൽ നിന്ന് വചനം എന്ത് ചെയ്യും? എടുത്തു കളയും. നമ്മൾക്കൊക്കെ ഇത് അറിയാമെങ്കിലും ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം പിശാചിൻ്റെ തന്ത്രം. പിശാച് ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? വചനം എടുത്തു കളയും. സ്തോത്രം. ഹല്ലേലൂയ. ഞായറാഴ്ചയും ഇടയ ദിവസം നമ്മൾ യോഗത്തിലൊക്കെ കേൾക്കുമ്പോൾ അന്നേരം നമുക്ക് വലിയ സന്തോഷം, നമ്മൾ തീരുമാനമൊക്കെ എടുക്കും. വീട്ടിൽ ചെന്ന് വൈകുന്നേരം ഒന്ന് കിടന്ന് ഉറങ്ങി കഴിഞ്ഞൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പം അത് എല്ലാം അങ്ങ് പോകും. അങ്ങനെയൊക്കെ പാസ്റ്റർ പറയും. പാസ്റ്ററുടെ തൊഴിലാണ് അത്. സഭായവും മുടക്കരുതെന്ന് പാസ്റ്റർ പറയും. പാസ്റ്റർക്ക് അങ്ങ് പറഞ്ഞാൽ മതി. നമുക്കല്ലേ നമ്മുടെ കാര്യമുള്ളൂ. നമ്മൾ അങ്ങനെ നമുക്കല്ലേ നമ്മുടെ കാര്യം അറിയാവുള്ളൂ. ചിന്തയൊക്കെ ചെയ്യും. നമ്മളുമൊക്കെ പല തീരുമാനങ്ങൾ എടുത്തവരാണ്. പക്ഷേ പിന്നെന്ത് ചെയ്യും? പിശാച് അത് ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയും. എന്താ? രക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് പിശാച് ഇത് ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യും? എടുത്തു കളയും. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. അപ്പോൾ വചനം നമുക്ക് കേൾപ്പാൻ കഴിയുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാനൊരു കാര്യം പറയാം. നല്ല യോഗം നടക്കുമ്പോൾ പിള്ളേർ കരയും. പിള്ളേർ കരയുമ്പോൾ അമ്മമാരും അവരും പിള്ളേരുടെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യും?
പുറത്തു പോകും. ആരായി പിള്ളേരെ കരയിക്കുന്നത്? പിശാച. കാരണം അവനറിയാം ഇവരെ ഇരുത്തരുത്, ഇവരെ യോഗത്തിന് ഇരുത്തരുത്. പിശാചിന് ആരെ, നമ്മളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ഉപയോഗിക്കും. അവനറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഹല്ലേലൂയ. പിശാച് ഞായറാഴ്ച കത്രമേശയുണ്ട്, അതെടുപ്പിക്കാതിരിക്കാൻ തലേദിവസം രാത്രി എന്തെങ്കിലും ഒരു പണി പിശാച് ഒപ്പിക്കും. ഒന്ന് ചോറിന് ഉപ്പ് കൂടി, അല്ലെ കറി കരിഞ്ഞു പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഉടുപ്പ് തേച്ചത് ചുളുങ്ങിപ്പോയി, എന്തെങ്കിലും ഒരു പ്രശ്നം പിശാചിടും. ഇല്ലേ വെള്ളം തിളപ്പിച്ചത് ചൂട് കൂടിപ്പോയി. കാരണം ഇത് ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ ജീവിതയാത്രയെ നമ്മൾ അനുഭവിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അപ്പം പിശാചിന് അറിയാം എന്താ ചെയ്യേണ്ടിയെന്നുള്ള കാര്യം അറിയാം. അവൻ എന്ത് ചെയ്യും? സ്തോത്രം, ആ ദൈവവചനം എടുത്തു കളയും നമ്മൾ രക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. ഈ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം, അടുത്ത ദിവസം ബാക്കി കാര്യങ്ങൾ പറയാം. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 31-ാമത്തെ വാക്യം. അവിടുന്ന് നമ്മളെ എന്ത് ചെയ്യുമെന്നറിയാമോ? പാറ്റിക്കളയാൻ. ഹല്ലേലൂയ. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന്. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. സ്തോത്രം. അപ്പൊ പാറ്റിക്കളയാൻ ശ്രമിക്കുന്ന ഒരു കർത്താവ്, പിശാച്. കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യാം. ചിലർ പറയുന്നുണ്ട് ഇനി സഭായോഗത്തിനൊന്നും പോകുന്നില്ല, പോയോണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. ചിലരോട് പിശാച് പറയുന്ന, പോയിട്ട് എന്നാ ഗുണം കിട്ടിയത്? പോയിട്ട് നിനക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വരാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടം കിട്ടിയോ? പിന്നെ എന്തിനാ പോകുന്നേ? ചില ആളുകളോട് ഇങ്ങനെ പിശാച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പിശാച് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും, നീ ഇനി പോകണ്ട. അങ്ങനെയുള്ള ഒരു വ്യാപാര ശക്തി. എന്താ പോയോണ്ട് ഗുണം? ദൈവവചനത്തെയും ദൈവത്തെയും നിന്ദിക്കുന്ന എന്തോ ഒരു പേരുണ്ടെന്നറിയാം ആത്മീയ ലോകത്തിൽ തന്നെ. ദൈവവചനത്തെയും ദൈവത്തെയും നിന്ദിക്കുക. സ്തോത്രം. എന്താ പ്രയോജനം? ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചിട്ടുള്ള ആരെയും ദൈവമായ കർത്താവ് കൈവിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുന്നില്ലേ, അമേരിക്കയെ മരിച്ച 32 പേർ, അവനെക്കുറിച്ചുള്ള ശുശ്രൂഷ ദൈവത്തിന് അത്രയേ ഉള്ളൂ. അവൻ ശോഭിച്ച് നിൽക്കുമ്പോഴാണ് ദൈവം അവനെ അങ്ങ് എടുത്തത്. ഒരുപക്ഷെ ഇച്ചിലൂടെ കഴിഞ്ഞാൽ അവൻ ഇനിയും അഹങ്കാരവും കയറി ദൈവ വഴി വിട്ടു പോയാലോ? ദൈവത്തിൻ്റെതായ പ്ലാൻ വലുതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. ദൈവം നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. പിശാച് നമ്മളെ പാറ്റിക്കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈ വഴക്കുണ്ടാക്കുന്ന എന്താ ആളുകൾ തമ്മിൽ? പിശാച് പാറ്റുന്നതാണ്. പിശാച് അവരെ പാറ്റുന്നതാണ്. സ്തോത്രം. അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഞാൻ പറയട്ടെ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ മിണ്ടാതെ നമ്മുടെ വീട്ടിൽ പുസ്തകം എടുത്തുകൊണ്ട് അങ്ങ് പോവുക. ഹല്ലേലൂയ. അതാ ഏറ്റവും നല്ല കാര്യം. ചിലർ ആവശ്യമില്ലാതെ കിടന്ന് ചീറുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. അവരെയൊക്കെ പിടിക്കാനും വലിക്കാനും ഒന്നും പോകണ്ട, നമ്മളിതിനൊന്നും പോകണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക. പണ്ടൊരിക്കൽ ഞാൻ ഒരിടത്ത് ശുശ്രൂഷിക്കുമ്പോൾ ഒരു ചേട്ടനും അനിയനും കൂടെ വഴക്കുണ്ടായി. അപ്പം ചേട്ടൻ്റെ കൈ അനിയൻ്റെ കൈ വലിയ റബ്ബർ കത്തി, പൈപ്പിട്ട റബ്ബർ കത്തിയായിരിക്കുന്നത്. ചേട്ടനൊരു മടലോ കമ്പോ എടുത്തു, മറ്റവൻ്റെ ഈ റബ്ബർ കത്തി. അവസാനം ഞാൻ ചേട്ടൻ അടിക്കാതിരിക്കാൻ കയറി ചേട്ടനെ പിടിച്ചു. അപ്പോൾ അനിയൻ അടിച്ചു. അപ്പോൾ അനിയൻ അടിക്കാൻ തുടങ്ങി. അവസാനം ഞാൻ പിടിച്ചു. അവസാനം എന്നെക്കാളിൽ ആരോഗ്യമുള്ള 2 പേരെ ഒരുത്തൻ റബ്ബർ കത്തി കൊണ്ട് ഇപ്പോൾ കുത്തും, മറ്റവൻ വടി കൊണ്ട് അടിക്കും. അപ്പോൾ എനിക്കിട്ടേച്ച് പോരാൻ പറ്റുമോ? ഒരുത്തൻ വിശ്വാസി, ചേട്ടൻ വിശ്വാസി, അനിയൻ അവിശ്വാസി. എന്തോ ചെയ്യുന്ന അവർക്ക് നമ്മളോട് 2 പേരും സ്നേഹമാണ്. അവസാനം പിടിച്ച് എത്ര നേരം പിടിച്ചെന്നറിയും. ഇവർ 2 പേരും കൂടെ പിടിച്ച്, ഞാൻ കൈയെടുത്താൽ കുത്തും, ഞാൻ കൈവിട്ടാൽ മറ്റവൻ അടിക്കും. അവസാനം ഞാൻ അവിടെ ഒരു കുഴിയിലോട്ട് വീണു. കാരണം 2ഇടത്തുനിന്നും ഇങ്ങനെ വടം വലിക്കുന്ന പോലെ പിടിക്കുമല്ലേ. പിടിച്ച് അതിനകത്തോട്ട് വീണു, മുട്ടുകുത്തി ഞാൻ വീണു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ഇവനെയൊക്കെ പിടിച്ചിട്ട് എന്നാ കാര്യം? ഞാൻ ഇത്രയും നേരം പിടിച്ചിട്ട് ഞാൻ വിട്ടു. എന്നാന്ന് വെച്ചാൽ കാണിക്കാൻ പറഞ്ഞു. അന്നേരം ആർക്കും ഒന്നും കാണിക്കണ്ട. അപ്പം ഇതിനകത്ത്
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ അവനെ കയറി ആശ്വസിപ്പിക്കാനും പിടിക്കാനും പോയി കഴിഞ്ഞാൽ അവൻ അതിലും വലിയ ആളാകും. നമ്മൾ മിണ്ടാണ്ട് നമ്മുടെ പാട്ടിന് പോവുക. പോയി കഴിഞ്ഞാൽ സ്തോത്രം, ഒരു പ്രശ്നവുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവസഭയിൽ വഴക്കുണ്ടാക്കിയ ദൈവം വെറുതെ വിടത്തില്ല ആരെയും. എത്ര ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്തോത്രം, ഹല്ലേലൂയ, വിടത്തില്ല. അത് മനസ്സിലാക്കണം. അത് ആ പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശത്രു പാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ശത്രു വ്യക്തികളിൽ കൂടെയാണ് ഇടപെടുന്നത്. അതിൻ്റെ ആ തന്ത്രം നമ്മൾ മനസ്സിലാക്കണം. ആകയാൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് ഉണർന്ന് ജീവിക്കാം. ഈ വചനങ്ങളാ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.